ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണെന്ന് കരുതുന്നു. ഞാനിങ്ങനെ കുറച്ചായിട്ട് ഈ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോ എന്റെ സിസ്റ്റർ എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിനക്ക് എവിടെ നിന്ന് എത്ര ധൈര്യമൊക്കെ കിട്ടിയ, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന്. അപ്പൊ അവളോട് പറയുന്നതുകൊണ്ട് നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി. നമ്മൾ പലരും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ കൊണ്ടു നടക്കാറുള്ളവരാണല്ലേ. പുതിയതെന്തെങ്കിലും ചെയ്യണം, പുതിയൊരു സ്കില്ല് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടൊരു ജീവിതം നയിക്കണം, അങ്ങനെ പല ആഗ്രഹങ്ങളുമായിട്ട് നടക്കുന്നവരല്ലേ നമ്മള്. പക്ഷെ ഇതിൽ എത്രയാണ് നമ്മൾ ശരിക്കും തുടങ്ങാറുണ്ട്? എപ്പോഴും നമ്മൾ പഴയ പല്ലവി തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ വേണ്ട, കുറച്ച് സമയം കൂടെ കിട്ടട്ടെ, ഈ തിരക്കൊന്ന് കഴിയട്ടെ, അല്ലെങ്കിൽ ആ പ്ലാനൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞല്ലേ നമ്മൾ ജീവിക്കുന്നേ. പക്ഷെ എന്തെങ്കിലും നമ്മുടെ ഈ തിരക്കൊക്കെ ഒന്ന് കഴിയാറുണ്ടോ? ഈ പ്ലാനൊക്കെ നമുക്കൊന്ന് പെർഫെക്റ്റ് ആയി കിട്ടാറുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ നീട്ടിവെക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ വിലപ്പെട്ട സമയം തന്നെയാണ് നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ പേടിക്കുന്നേ? ഒന്നാമതായിട്ട് പരാജയപ്പെടുമോ എന്നുള്ളൊരു പേടി, പിന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വിചാരിക്കുവോ എന്നുള്ളൊരു ചിന്ത, ഇവനല്ലെങ്കിൽ ഇവക്ക് ഇതിന്റെയൊക്കെ വലിയ കാര്യമുണ്ടോ എന്ന ആളുകൾ ചോദിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടല്ലോ, അതല്ലേ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ശരിക്കും ഈ ആളുകളൊക്കെ എന്ത് വിചാരിച്ചാൽ നമുക്കെന്താ? ഇത് ശരിക്കും നമ്മുടെ ജീവിതമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കായിക താരമോ ഒരു ആക്ടറോ ഇൻസ്പയർഡ് ആയിട്ടുള്ള ബിസിനസ്സുകാരോ, അവരെയൊക്കെ എടുക്കുവാണെങ്കിൽ അവരെ തുടക്കത്തില് പെർഫെക്റ്റ് ആയിരുന്നു? അല്ല, അവര് നമ്മളെ പോലെ ഒരുപാട് തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. തുടക്കത്തില് ഒരുപാട് പേരുടെ കളിയാക്കലുകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവര് ചെയ്ത ഒരേ ഒരു കാര്യം ഇത്, അവരാ ഈ കളിയാക്കളികളുടെയും തെറ്റുകളുടെയൊക്കെ ഇടയിലും മുന്നോട്ടേക്കുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു. എന്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. ഞാൻ ശരിക്കും ഇങ്ങനെയായിരുന്നില്ല. എല്ലാത്തിനും മടിയൊക്കെയുള്ള, എപ്പോഴും എല്ലാവരുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു. എന്തിനും ഏതിനും ചെറിയ കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്റെ ഒരു കാര്യങ്ങൾ പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് പറ്റുമായിരുന്നില്ല, എന്റെ ഈ പേടി ആൻസൈറ്റി ഒക്കെ കാരണം. എല്ലാത്തിൽ നിന്നും വിട്ട ഒരു ഏകാന്ത ജീവിതമാണ് ഞാൻ ശരിക്കും നയിച്ചുകൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ എന്നെ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തതിന് എന്റെ പേരൻസിന് വലിയ ക്രെഡിറ്റ് ഉണ്ട് കേട്ടോ. നല്ലതൊന്നും അല്ല എനിക്ക് ഈ ആൻസൈറ്റിയും പേടിയൊക്കെ ആയിട്ടുള്ളത്. കാരണം അവര് ശീലിപ്പിച്ചെടുത്ത ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാൻ എനിക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അവരുടെ സ്നേഹം കൊണ്ടാണെങ്കിലും, പക്ഷെ അവരുടെ ആ ഓവർ കെയർ കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ ആകിന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. ഓരോ കാര്യം തുടങ്ങാനും എനിക്ക് പേടിയായിരുന്നു. പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷെ എവിടെ തുടങ്ങണം എന്നറിയത്തില്ല. ഇഷ്ടമുള്ളത് പോലും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓരോ കാര്യങ്ങളും തുടങ്ങുന്നതിന് മുന്നേ തന്നെ അത് പരാജയപ്പെടുന്നുള്ള പേടിയായിരുന്നു എന്നെ അലട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ഇത് തുടങ്ങി പരാജയപ്പെട്ടാലോ, ആൾക്കാർ എന്ത് വിചാരിക്കും, ഇതൊക്കെ എനിക്ക് പറ്റിയ പണിയാണോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകള്. സത്യം പറഞ്ഞാണല്ലോ, ഈ പേടി നമ്മളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു തരം പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയായത്. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും സുരക്ഷിതരാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. പക്ഷെ അങ്ങനെ നമ്മൾ സുരക്ഷിതരാണെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സങ്കടം ഉണ്ടാകും. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം ഉണ്ടാകും. ചില സമയത്ത് തോന്നും, എന്തിനാ ഇങ്ങനെ ഒരു ഉപകാരവും ഇല്ലാതെ ഒരു ഗുണവും ഇല്ലാതെ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് തോന്നിപ്പോകും. നിങ്ങൾക്കറിയാം, സത്യം പറഞ്ഞാൽ ഈ കോവിഡ് തുടങ്ങി വീട്ടിലിരുന്നപ്പോ തൊട്ട് എന്റെ ഉള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങണം, എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യണം, അത് 4 പേര് കാണണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങള്. അങ്ങനെ അതിന് ഞാൻ പലതവണ തയ്യാറെടുത്തതുവാ. പക്ഷെ ഈ എല്ലാ കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എന്റെ ഈ കാര്യവും നടന്നില്ല. പിന്നെ അതിലൊക്കെ മേളിലായിട്ട് എല്ലാം പെർഫെക്റ്റ് ആയാൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. നല്ലൊരു ക്യാമറ വേണം, നല്ലപോലെ വീഡിയോ പിടിക്കണം, പിന്നെ പോസ്റ്റ് ചെയ്യുമ്പം ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, പിന്നെ എഡിറ്റ് ചെയ്യുമ്പം അതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ എനിക്ക് ഒരുപാട് പെർഫെക്റ്റ് ആയിട്ട് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പലരോടും ചെന്ന് ചോദിച്ചു, എനിക്കിങ്ങനെ ചെയ്തു തരാമെന്ന്. പക്ഷെ അവർക്ക് നമ്മളെപ്പോലെ തന്നെ അവർക്കും പല തിരക്കുകൾ കാണുമല്ലോ, അതുകൊണ്ട് പറ്റിയില്ല. അങ്ങനെ ഞാൻ എന്റെ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയതാ. അങ്ങനെ തന്നെ എന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടു പോയി ഇവിടം വരെ എത്തിയത്. പക്ഷെ ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ തുടങ്ങി. ഞാൻ ഇപ്പൊ എന്റെ ക്യാമറയെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നില്ല, എന്റെ വീഡിയോയെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നില്ല, എഡിറ്റിങ്ങിനെ കുറിച്ച് ടെൻഷൻ അടിക്കുന്നില്ല, ഞാൻ ആരെ ആശ്രയിക്കുന്നുമില്ല.
എല്ലാം എന്റെ സ്വന്തമായിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇതുവരെ എനിക്ക് എന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു തോന്നല് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യാൻ എന്നെ നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോ തൊട്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചെയ്യണമല്ലോ എന്ന്. അങ്ങനെ തന്നെ ഞാൻ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. തുടങ്ങുമ്പോൾ വലിയ ആത്മവിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ആ ചെറിയ സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞപ്പം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഈസി ആയിട്ടാ തോന്നുന്നത്. സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാതെ വീട്ടിലിരുന്ന് ഈ സങ്കടപ്പെടുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പരാജയപ്പെടുന്നതല്ലേ എന്ന് ഞാൻ ഓർക്കാൻ തുടങ്ങി. പരാജയപ്പെട്ടാൽ നമുക്ക് ആ ഒരു പാഠം കിട്ടും. പക്ഷെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പം അവസാനം നമുക്ക് ആകെ ബാക്കിയാവുന്ന ഈ സങ്കടം മാത്രമായിരിക്കും. അന്നത് തുടങ്ങിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരു കുറ്റബോധം ഇല്ലേ, അത് നമ്മളെ വല്ലാതെ അലട്ടും. ആ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്നാണ് എന്റെ ഒരു പ്രാർത്ഥന. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇത്ര മാത്രമാണ്. നിങ്ങളുടെ പക്കൽ ഇപ്പൊ എന്തുണ്ടോ, ഏതവസ്ഥയിലാണോ ഉള്ളത്, അത് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഒരുപാട് പ്ലാനിംഗ് ഒന്നും വേണ്ട, ഒരുപാട് റിസോഴ്സും വേണ്ട. വേണ്ടത് ഇത്ര മാത്രം, ഒരു ചെറിയൊരു തുടക്കം വേണം. ഇനിയിപ്പോ ഒരു വീഡിയോ ചെയ്യാനാണോ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഫോൺ എടുക്കുക, റെക്കോർഡ് ചെയ്യുക, അത് പോസ്റ്റ് ചെയ്യുക. കുറവുകൾ ഉണ്ടാകും, അത് അടുത്ത വട്ടം നമുക്ക് തിരുത്താം. അല്ലാതെ എല്ലാം ഈ ആദ്യമേ തന്നെ പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ച ജീവിതത്തിൽ ഒരു കാര്യവും നടക്കൂല. നിങ്ങൾ ഇത്രമാത്രം ഓർക്കുക, ഈ ജീവിതം എന്ന് പറയുന്ന ഒരു യാത്രയാണ്. അത് ശരിക്കും പെർഫെക്റ്റ് ഒന്നും ആകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അത് രസകരമായിരിക്കണം. ആ ഒരു രസം കിട്ടണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇറങ്ങി തിരിച്ചാലേ പറ്റുള്ളൂ. സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഇനി അധികം സമയം കളയണ്ട. ഈ നിമിഷം മുതൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് അതങ്ങ് ചെയ്തു തുടങ്ങുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റ ബൈ ബൈ.